എന്നാൽ കഴിഞ്ഞ ദിവസം ഗവർണർ വകുപ്പ് മേധാവികളുടെ ഒരു യോഗം വിളിച്ചു. യോഗാ ദിനവുമായി ബന്ധപ്പെട്ടിട്ടാണ് ആ യോഗം വിളിച്ചിട്ടുള്ളത്. പക്ഷേ ഒരു പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫെഡറൽ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടും സംസ്ഥാനത്തെ വകുപ്പ് മേധാവികളുടെ യോഗം വിളിക്കുന്ന സമയത്ത് അത് മുഖ്യമന്ത്രിയും വകുപ്പ് മന്ത്രിമാരും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ പോകുന്ന വകുപ്പ് മേധാവികളെങ്കിലും മുഖ്യമന്ത്രിയോടും അതാത് വകുപ്പ് മന്ത്രിമാരോട് റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതാണ് എൻ്റെ പ്രോട്ടോക്കോൾ. അതിൻ്റെ ഒരു ലംഘനം ഇവിടെ നടന്നിരിക്കുന്നു. ഈ ഗവർണർ ഇപ്പം കാണിച്ചിട്ടുള്ള അല്പത്തരമാണ്. ഗവർണറുടെ ശ്രമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നേരിട്ട് ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ നേരിട്ട് ഇടപെടാൻ ഗവർണർക്ക് അവകാശമില്ല. ധാർമ്മികമായി ഗവർണർ ഈ ഉദ്യോഗസ്ഥരെ യോഗം വിളിക്കേണ്ട ആവശ്യമില്ല. ഇവിടുത്തെ അന്താരാഷ്ട്ര യോഗ ദിനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ കൃത്യമായി ചെയ്യുന്നില്ല, സംഘടിപ്പിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ റിപ്പോർട്ട് മേലോട്ട് കൊടുക്കുക. പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറഞ്ഞാൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മനുഷ്യനായിരുന്നു. അയാളെ പക്ഷേ ഇവിടുത്തെ വിവരമില്ലാത്ത കമ്മികൾ വെറുതെ ഇരുന്ന് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് വന്ന മുതലാണ് ഈ രാജേന്ദ്ര അർലേക്കർ. ഇയാൾ RSSകാരനാണ്. സംഘത്തിൽ കൂടെ കടന്നു വന്നു. ഗോവയിൽ മന്ത്രിയായിരുന്നു, പിന്നീട് പല സംസ്ഥാനങ്ങളിലും ഗവർണറായിപ്പോയി. അങ്ങനെയാണ് കേരളത്തിൽ ഗവർണറായിട്ട് വരുന്നത്. അപ്പം ഗവർണർ എന്നൊക്കെ പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗവർണർ പദവിയും പിന്നെ രാഷ്ട്രപതി പദവിയും ഇന്ത്യയിൽ ആവശ്യമില്ലാത്ത സാധനങ്ങളാണ്. ഇത് നമ്മൾ കോപ്പി ചെയ്തേക്കുന്ന എവിടെ നിന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ UK എന്നാണ്. UK അവിടെ ഇപ്പോഴും രാജാവിൻ്റെ ആജ്ഞയുണ്ടല്ലോ. പ്രധാനമന്ത്രി ഉണ്ടാകുമ്പോഴും പിന്നെ എലിസബത്ത് രാജ്ഞിയും മറ്റേ രാജാവും ഒക്കെ ഉണ്ട് അവിടെ. ഈ പറഞ്ഞ പോലെ തന്നെ ഒരു റബ്ബർ സ്റ്റാമ്പ്, പ്രത്യേകിച്ച് വലിയ അധികാരങ്ങളൊന്നുമില്ല. നമസ്കാരം. നമസ്കാരം. രാജൻ ഭായി, ഈ മുഖ്യമന്ത്രി VD സതീശൻ ഇത്തിരി ശക്തനായ ഒരു മുഖ്യമന്ത്രി എന്നൊക്കെയുള്ളതാണ് അദ്ദേഹം അവകാശപ്പെടുന്നതും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ആരാധകർ പറയുന്നതും. എന്നാൽ കഴിഞ്ഞ ദിവസം ഗവർണർ വകുപ്പ് മേധാവികളുടെ ഒരു യോഗം വിളിച്ചു. യോഗാ ദിനവുമായി ബന്ധപ്പെട്ടിട്ടാണ് ആ യോഗം വിളിച്ചിട്ടുള്ളത്. പക്ഷേ ഒരു പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫെഡറൽ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടും സംസ്ഥാനത്തെ വകുപ്പ് മേധാവികളുടെ യോഗം വിളിക്കുന്ന സമയത്ത് അത് മുഖ്യമന്ത്രിയും വകുപ്പ് മന്ത്രിമാരും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ പോകുന്ന വകുപ്പ് മേധാവികളെങ്കിലും മുഖ്യമന്ത്രിയോടും അതാത് വകുപ്പ് മന്ത്രിമാരോട് റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതാണ് എൻ്റെ പ്രോട്ടോക്കോൾ. അതിൻ്റെ ഒരു ലംഘനം ഇവിടെ നടന്നിരിക്കുന്നു. ഇന്നിപ്പോൾ ബഡ്ജറ്റ് സമ്മേളനമാണ്. ഈ ബഡ്ജറ്റ് സമ്മേളനം ആരംഭിച്ചു, ബഡ്ജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇത് എത്രത്തോളം ചർച്ച ചെയ്യപ്പെടുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാം. എങ്കിലും എങ്ങനെ നോക്കിക്കാണുന്ന വിഷയത്തെ? അതായത് ഈ ഗവർണർ രാജേന്ദ്ര അർലേക്കർ അല്ലേ? അതെ. പിന്നെ ഇദ്ദേഹം ഒരു നമ്മൾ കുലസ്ത്രീ എന്ന് പറയാറുണ്ട്. കുലപുരുഷനാണ് ഇദ്ദേഹം. RSS ആണ്. കുലപുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പിന്നെ സിവി കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമില്ല. കുലപുരുഷനാണ് ഇദ്ദേഹം. ഗവർണറായി ചുമതല ഏറ്റെടുത്തപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ എന്തൊക്കെ പറഞ്ഞാലും മാന്യനായ ഒരു മനുഷ്യനായിരുന്നു. ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടുത്തെ SFIക്കാർ കീങ്കിലാഫ് ചിന്താവാന്നും പറഞ്ഞ് വീടുകൾ ചെന്നപ്പം വണ്ടി നിർത്തി അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ SFIക്കാർക്ക് മുദ്രാവാക്യവും വേണ്ട, ഒന്നും വേണ്ട, എല്ലാവരും കൂടി ചുരുട്ടി വീട്ടിൽ പോയി. അതാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ആരിഫ് മുഹമ്മദ് ഖാൻ ചെല്ലുമ്പോൾ തടയുമെന്ന് പറഞ്ഞു. സാധാരണഗതിയിൽ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ഗസ്റ്റ് ഹൗസിൽ താമസിക്കത്തില്ല. തൊട്ടടുത്തുള്ള പഞ്ചനക്ഷത്ര ഹോട്ടലിൽ പോയിട്ട് താമസിക്കുക. പുള്ളി അവിടുത്തെ ഗസ്റ്റ് ഹൗസിൽ തന്നെ താമസിക്കാൻ തീരുമാനിച്ചു. എന്നാൽ നീയൊക്കെ എന്താണ് കാട്ടുക എന്നുള്ളതൊന്നും അറിയാമെന്നുള്ള മട്ടിൽ കാർ തുറന്നിറങ്ങിയൊക്കെ ഓർമ്മയുണ്ടല്ലോ അവർ തടഞ്ഞപ്പോൾ. അപ്പം പിന്നെ HFIക്ക് പോലും ആരിഫ് മുഹമ്മദ് ഖാനെ തൊടാൻ പറ്റിയില്ല. പിണറായിയായിട്ട് പിന്നെ ഒരു അനുനയത്തിൻ്റെ രീതിയിൽ പിന്നീട് പോയി. അത് രണ്ടു കൂട്ടരും സറണ്ടർ ചെയ്യാതെ പോയി. പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറഞ്ഞാൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മനുഷ്യനായിരുന്നു. അയാളെ പക്ഷേ ഇവിടുത്തെ വിവരമില്ലാത്ത കമ്മികൾ വെറുതെ ഇരുന്ന് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് വന്ന മുതലാണ് ഈ രാജേന്ദ്ര അർലേക്കർ. ഇയാൾ RSSകാരനാണ്. സംഘത്തിൽ കൂടെ കടന്നു വന്നു. ഗോവയിൽ മന്ത്രിയായിരുന്നു, പിന്നീട് പല സംസ്ഥാനങ്ങളിലും ഗവർണറായിപ്പോയി. അങ്ങനെയാണ് കേരളത്തിൽ ഗവർണറായിട്ട് വരുന്നത്. ആ സമയത്താണ് ഭാരതാംബയുടെ ചിത്രം വെച്ച് പൂജിക്കലും കാര്യങ്ങളൊക്കെ നടത്തിയത്. അപ്പോൾ ഭാരതമാതാവിൻ്റെ ചിത്രം എന്ന് പറഞ്ഞു ചെന്ന് കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ സണ്ണി ലിയോണിൻ്റെ ഫോട്ടോ ഒക്കെ ആയിരുന്നു നന്നായി. രാജാ രവിവർമ്മയുടെ ചിത്രങ്ങളിൽപ്പെട്ട അങ്ങനെ കുലീനയായ വളരെ സുന്ദരിയായ വളരെ വെളുത്തിരിക്കുന്ന പിന്നെ എന്താ പറയുക ഒരു യുവ കോമളയെ ഭാരതാമ്മ. ആൾക്കാർക്ക് അതിനെ കണ്ടു കഴിഞ്ഞാൽ ഈ പിന്നെ എൻ്റെ അഡ്രസ്സ് കിട്ടുമെന്നുള്ളതാണ് ചോദിക്കുക. എന്താ ആ ഫോട്ടോ പിന്നെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പോകാതിരുന്ന ഭാഗ്യം പോയിരുന്നെങ്കിൽ ചിലപ്പോൾ ഫോട്ടോയ്ക്ക് പണി കിട്ടിയേനെ. കാരണം അമ്മ സങ്കല്പത്തിൽ വരച്ചു വെച്ചിരിക്കുന്നൊരു സാധനം ഭാരതാംബ എന്ന് പറയുമ്പോൾ എന്തുവാ? ഭാരതമാതാവ് എന്ന് പറയുന്നൊരു സങ്കല്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിവിടുത്തെ കടലും കടൽ തീരവും കടൽ തീരത്തെ മണലും പാടവും കുന്നും തൊട്ട് ഹിമാലയം വരെ ഇവിടുത്തെ പിന്നെ സഹാറ മരുഭൂമിയും എല്ലാം ഉൾപ്പെടുന്ന ഇവിടുത്തെ വൈവിധ്യങ്ങൾ, ഇവിടുത്തെ പുല്ലും പുൽച്ചാടിയും ഇവിടുത്തെ കാട്ടിലെ മൃഗങ്ങളും പിന്നെ ഞാനും സിവിയും ഒക്കെ ഉൾപ്പെടുന്ന പുഴകളും കുളങ്ങളും പിന്നെ തരിശുഭൂമികളും ഒക്കെ ഉൾപ്പെടുന്ന
ഒരു സാധനത്തിനെ നമ്മൾ സാങ്കല്പികമായിട്ട് മാതാവായിട്ട് സങ്കല്പിക്കുകയാണ്. സമുദ്രദേവൻ എന്ന് പറയാറുണ്ടായിരുന്നു, കടലമ്മ എന്നും പറയാറുണ്ട്, സൂര്യഭഗവാൻ എന്ന് പറയാറുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു കോൺസെപ്റ്റാണ് ഭാരത മാതാവ്. പിറന്ന മാതൃഭൂമി എന്നാണല്ലോ നമ്മൾ പറയാറുള്ളത്, മാതൃഭാഷ എന്നാണ് പറയാറുള്ളത്, പിതൃഭാഷ എന്ന് നമ്മൾ പറയാറില്ല. അങ്ങനെ നമ്മൾ മദർ ടങ് എന്ന് പറയാറുള്ളൂ, ഫാദർ ടങ് എന്ന് പറയാറില്ല. അതേപോലെ തന്നെ നമ്മൾ മദർലാൻഡ് എന്ന് പറയാറുള്ളൂ, ഫാദർലാൻഡ് എന്ന് പറയാറില്ല. ഇത് ലോകത്തുള്ള എല്ലായിടത്തും ഉള്ള ഒരു സാധനമാണിത്. ആ രാഹുൽ ഈശ്വർ കേട്ടാൽ അവിടെ മെൻസ് പിന്നെ കമ്മീഷൻ വേണമെന്ന് പറയും, പറയും. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ രാഹുൽ ഈശ്വറിനോട് തിരിച്ചു പറയേണ്ടത് അമ്മായിയമ്മ പോരെന്നല്ല, അമ്മായിയപ്പൻ പോരെന്ന് പറയണമെന്ന് പറയേണ്ടി വരും തിരിച്ച്. അപ്പം രാഹുൽ ഈശ്വറിനെ പോലെ ഈ വിവരദോഷിയെ കുറിച്ചൊക്കെ സീരിയസ് ചർച്ചയ്ക്കകത്ത് സിബി വെറുതെ ദയവ് ഇത് പറയാതിരിക്കും. അപ്പം പിന്നെ വെറുതെ അവന് വിസിബിലിറ്റി ഉണ്ടാക്കി കൊടുക്കുക എന്നല്ലാതെ പോട്ടാൻ ഞാൻ ഈ ലാപ്ടോപ്പ് ഒളിപ്പിച്ച് വെക്കാൻ പോവുകയാണെങ്കിൽ പോലീസുകാർ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ലൈവിലിട്ടോ. അപ്പം അവനെക്കുറിച്ച് ചർച്ച ചെയ്യാതിരി. ഗവർണറുടെ കാര്യമൊക്കെ പറയുമ്പോൾ അവനെക്കുറിച്ച് ചർച്ച ചെയ്യാം. നമുക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ചർച്ച ചെയ്യാം. നമുക്ക് പിന്നെ ഓട്ടിസം ബാധിച്ച പിള്ളേരുടെ പ്രയാസങ്ങളെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത്, ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള കുട്ടികളെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് പോലീസിൻ്റെ വിഷയം ചർച്ച ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇയാൾ ഭാരതാംബ എന്ന് പറഞ്ഞിട്ട് ഇതിനെ പൂച്ചപ്പോൾ ഇത് വലിയ വിവാദമായിരുന്നു. അതിനകത്ത് 1-2 പേര് പങ്കെടുക്കാതിരിക്കുകയും മന്ത്രിമാരെ 1-2 പേര് വിട്ടു നിൽക്കുകയൊക്കെ ചെയ്യുന്ന സ്ഥിതികളൊക്കെ ഉണ്ടായി. കാരണം അവതരിപ്പിക്കുന്നത് ഒരു സവർണ രൂപമാണ്. അതായത് ഇയാളുടെ ഉള്ളിലുള്ള സവർണ വംശീയതയുണ്ട്, രാജേന്ദ്ര അർലേക്കറിൻ്റെ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷെ പുള്ളി ഇപ്പം ചെയ്തേക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെയുള്ള ദുർദ്ദേശത്തിലൊന്നുമല്ല. പുള്ളി ചെയ്തിട്ടുള്ളത് ഈ പിന്നെ അന്താരാഷ്ട്ര യോഗ ദിനം, യോഗ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് മാർക്കറ്റ് ചെയ്തു ലോകത്തിന് മുമ്പിൽ. അതിനകത്ത് നരേന്ദ്രമോദിക്ക് വലിയൊരു പങ്കുണ്ട്. കാരണം യോഗ പണ്ട് തൊട്ടേ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ യോഗയ്ക്ക് ഇത്ര കണ്ട് സ്വീകാര്യത ഉണ്ടാക്കിയെടുക്കുന്നതിനകത്തും ലോകത്തിൻ്റെ ശ്രദ്ധ യോഗയിലേക്ക് ആകർഷിക്കുന്നതിനകത്തും ഇയാൾക്ക് വലിയ പങ്കുണ്ട്. അതിൻ്റെ ബ്രാൻഡ് അംബാസഡർ നരേന്ദ്രമോദി തന്നെ, ഒരു സംശയമില്ല അക്കാര്യത്തിനകത്തൊക്കെ. മറ്റേ നമ്മളെ ശ്വാസം പിടുത്തക്കാരന് ഒരു സ്വാമി ഉണ്ടായിരുന്നല്ലോ, ശ്രീ രവിശങ്കർ. പിന്നെ മറ്റേ അതിനെന്തായിരുന്നു പറഞ്ഞ വേറെ ഡൽഹിയിലൊരു പുള്ളിയുണ്ട്, മറ്റേ ഈ ഇടയ്ക്ക് മറ്റേ ദേഹത്ത് തുണിയൊന്നും ഇടാണ്ട് മറ്റേ കോണകം കെട്ടിയിട്ട് ഇങ്ങനെ കാലിന്റെ വിളി കാല് വെച്ചിരിക്കുന്ന കക്ഷി. അല്ല, അത് മറ്റേ പതഞ്ജലിയുടെ. അയാൾ ദില്ലി അല്ല, അയാൾ ഇപ്പൊ ഹരിയാന ആ ഭാഗത്തും കണ്ട. പിന്നെ എന്തായാലും ഏതോ ഒരു സ്വാമി, പിന്നെ കണ്ടാകെ എല്ലും തൂലേ ഉള്ളൂ, പക്ഷെ കോടികളുണ്ടാക്കി സംഭവം. അപ്പം ഞാൻ പറഞ്ഞത് പിന്നെ ശ്രീ രവിശങ്കർ ഈ മറ്റേ ബ്രീത്തിങ് എക്സസൈസ് ഉണ്ടല്ലോ, ഇത് പണ്ടും നമ്മുടെ നാട്ടിലുള്ളതാ, എല്ലായിടത്തും ഉള്ളതാ. പക്ഷേ ഇതിൻ്റെ പേറ്റൻറ്റ് ഇയാൾ അങ്ങോട്ട് എത്തു, ഇതിൻ്റെ ബ്രാൻഡ് അംബാസഡറായിട്ട് മാറി. പക്ഷേ യോഗ ഏറ്റവും നല്ല രീതിയിൽ പണ്ട് ഈ കണ്ണൂർ മേഖലകളിലൊക്കെ കളരി പഠിക്കാത്തവരില്ല. എനിക്ക് തോന്നുന്നു കെ സി വേണുഗോപാൽ വരെ കളരി പഠിച്ചു. കെ സുധാകരൻ കളരി പഠിച്ചതാ. കെ സി വേണുഗോപാലൻ കളരി ആശാനാ. അപ്പോൾ രാഷ്ട്രീയത്തിലെ കളരി ആണോ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ കെ സുധാകരൻ ശരിക്കും കളരി പഠിച്ചതാ. അവരുടെ കണ്ണൂർക്കാരുടെ ആരോഗ്യത്തിൻ്റെ ഒക്കെ ഒരു അത് ഏറ്റവും നല്ല ഒരു മാർഷ്യൽ ആർട്സാണ്. ഏറ്റവും നന്നായിട്ട് നമ്മുടെ ശാരീരിക ക്ഷമത നിലനിർത്തുന്നതിന് വലിയ പങ്കുവഹിക്കുന്ന ഒന്നാണ്. അപ്പം പറഞ്ഞു വന്നത് യോഗയെ ഇങ്ങനെ പിന്നെ ഒരു വലിയ സംഭവമായിട്ട് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുകയും പല രാജ്യങ്ങളും അത് ആചരിക്കുകയും ഒക്കെ ചെയ്തു തുടങ്ങി. യോഗയെ അന്താരാഷ്ട്ര യോഗ ദിനം എന്ന രീതിയിൽ പിന്നെ അംഗീകരിക്കപ്പെട്ടു. അന്താരാഷ്ട്ര യോഗ ദിനത്തിൻ്റെ പിന്നെ വിജയകരമായ നടത്തിപ്പിന് വേണ്ടിയിട്ടാണ് ഇയാൾ യോഗം വിളിച്ചത്. അപ്പോൾ അവിടെയാണ് ചോദ്യം വരുന്നത്. ഇത് യോഗം വിളിക്കാൻ സാധാരണഗതിയിൽ ഗവർണർക്ക് വിളിക്കാമോ എന്ന് ചോദിച്ചാൽ വിളിക്കാം. ഗവർണർക്ക് മുഖ്യമന്ത്രിയെ വേണമെങ്കിൽ വിളിച്ചു വരുത്താം. ഗവർണർക്ക് മുഖ്യമന്ത്രിയോട് രാജി ആവശ്യപ്പെടാം. നിയമപരമായ പോരാട്ടത്തിലേക്ക് പിന്നോട്ട് പോകേണ്ടി വരും അകാരണമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ. അടിയന്തര സാഹചര്യമൊന്നുമില്ലല്ലോ. അല്ല, ഞാൻ പറയട്ടെ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സിബി ഒന്ന് പറയുന്ന പൂർത്തീകരിക്കും. എനിക്ക് അതിനൊക്കെ തിരിച്ചറിയാനുള്ള ബുദ്ധിയില്ലേ? ഇദ്ദേഹത്തിന് ഇവരെല്ലാം വിളിച്ചു വരുത്താനുള്ള അവകാശമുണ്ട്. പക്ഷേ ഈ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ അല്ലെങ്കിൽ വകുപ്പ് സെക്രട്ടറിമാരൊക്കെ ഇയാൾ വിളിച്ചെന്താണെന്നറിയത്തില്ല. മറ്റവരെ വിളിച്ചത് മനസ്സിലാക്കാം. BC-മാരെ വിളിച്ചു, വിവിധ HOD-മാരെ വിളിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ചാൻസലറാണ്. അതിൻ്റെ കേരളത്തിലെ പിന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പിന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെക്കാളും മേലെ തന്നെയാണ് പുള്ളിക്ക്. കാരണം മറ്റവരൊക്കെ വൈസ് ചാൻസലേഴ്സാണ്, ഇയാൾ ചാൻസലറാണ്. ചാൻസലർ എന്നുള്ള രീതിയിൽ ഇയാൾക്ക് വൈസ് ചാൻസലർമാരെ വിളിക്കാം, സിൻഡിക്കേറ്റ് മെമ്പർമാരെ വിളിക്കാം, വേണമെങ്കിൽ അയാൾക്ക് വേണമെങ്കിൽ HOD-മാരെ വിളിക്കാം. ഒക്കെ അയാളുടെ സബോർഡിനേറ്റ്സാണ്. പക്ഷെ അതുപോലും നേരിട്ട് അങ്ങനെ വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇത് കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്ന
ഇവിടെ കാര്യങ്ങൾ പിന്നെ കൃത്യമായി നടക്കുന്നു, ഫെഡറൽ സംവിധാനങ്ങളുടെ വയലേഷൻ ഇല്ലാതെ കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളതിന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കും ഇടയിലുള്ള ഒരു പാലമാണ് ഗവർണർ എന്ന് പറയുന്നത്. ഗവർണറുടെ റോൾ എന്തുവാ? ഈ നയപ്രഖ്യാപന പ്രസംഗം നടത്തുക എന്നുള്ളതാണ്. അത് ഗവർണറെ തന്തയ്ക്ക് വിളിച്ചിട്ട് എഴുതി കൊടുത്താലും അയാൾ വായിക്കണം. പിന്നെ ചില ഗവർണർമാർ വാശി പിടിക്കും, ഇന്ന ഭാഗം ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കും. എന്നാലും പൊതുവേ അത് വായിപ്പിക്കും. കാരണം അവർക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങളും അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കും. പിന്നെ അത് അംഗീകരിക്കുകയും ചെയ്യും നിയമസഭ. അപ്പം ഗവർണർ എന്നൊക്കെ പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗവർണർ പദവിയും പിന്നെ രാഷ്ട്രപതി പദവിയും ഇന്ത്യയിൽ ആവശ്യമില്ലാത്ത സാധനങ്ങളാണ്. ഇത് നമ്മൾ കോപ്പി ചെയ്തേക്കുന്ന എവിടെ നിന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ UK എന്നാണ്. UK അവിടെ ഇപ്പോഴും രാജാവും രാജ്ഞിയും ഉണ്ടല്ലോ. പ്രധാനമന്ത്രി ഉണ്ടാകുമ്പോഴും പിന്നെ എലിസബത്ത് രാജ്ഞിയും മറ്റേ രാജാവും ഒക്കെ ഉണ്ട് അവിടെ. ഈ പറഞ്ഞ പോലെ തന്നെ ഒരു റബ്ബർ സ്റ്റാമ്പ്, പ്രത്യേകിച്ച് വലിയ അധികാരങ്ങളൊന്നുമില്ല. എന്നാൽ സ്ഥാനമുണ്ട്. പ്രധാനമന്ത്രിയേക്കാൾ മേലെയാണ് രാഷ്ട്രപതി, പിന്നെ മുഖ്യമന്ത്രിയേക്കാൾ മേലെയാണ് ഗവർണർ. അപ്പോൾ ഈ ഗവർണർ ഇപ്പോൾ കാണിച്ചിട്ടുള്ള അല്പത്തരമാണ്. ഗവർണറുടെ ശ്രമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നേരിട്ട് ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ നേരിട്ട് ഇടപെടാൻ ഗവർണർക്ക് അവകാശമില്ല ധാർമ്മികമായി. ഗവർണർ ഈ ഉദ്യോഗസ്ഥരുടെ യോഗം വിളിക്കേണ്ട ആവശ്യമില്ല. ഇവിടുത്തെ അന്താരാഷ്ട്ര യോഗ ദിനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ കൃത്യമായി ചെയ്യുന്നില്ല, സംഘടിപ്പിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ റിപ്പോർട്ട് മേലോട്ട് കൊടുക്കുക. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് ചെയ്യാത്തതെന്നുള്ള വിശദീകരണം ചോദിക്കുക. അതാണ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇയാളൊരു കുലപുരുഷനാണ്, ഇയാളൊരു സവർണ പിന്നെ ചിന്താഗതിക്കാരനാണ്, സവർണ വർഗീയവാദിയാണ്, ഒരു വരേണ്യ വർഗീയവാദിയാണ്. ആ കാര്യം ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. അതായത് പിടിച്ചതിനേക്കാളും വലുതാ മാളത്തിലുള്ളതെന്ന് പറഞ്ഞ പോലെ തന്നെ ആരിഫ് മുഹമ്മദ് ഖാൻ കുറച്ചുകൂടെ മാന്യനായിരുന്നു. ആരിഫ് മുഹമ്മദ് ഖാനെ എല്ലാവരും കൂടെ അങ്ങ് ഓടിച്ചു വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പം വന്നത് ഇങ്ങേരെ പക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളെ കാക്കി ട്രൗസറും ഇട്ട് മറ്റേ വടിയും പിടിച്ച് മറ്റേ റൂട്ട് മാർച്ചിന് പോകേണ്ടുന്ന ഒരാളാണ് ഇയാൾ. ആ നിലവാരത്തിലുള്ള, ഞാൻ RSSനെ കുറ്റം പറയുകയല്ല, പക്ഷേ തനി ചാണകസംഖ്യ എന്ന് പറയത്തില്ലേ, ആ നിലവാരത്തിലുള്ള ഒരു വ്യക്തിയായിട്ട് രാജേന്ദ്ര അർലേക്കർ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നും ബോധ്യപ്പെടുന്നത്. അപ്പം കാരണം എന്ന് വെച്ചാൽ പുള്ളി സംസ്ഥാന സർക്കാരിനോട് പറഞ്ഞാൽ പോരെ, സംസ്ഥാന സർക്കാർ ഇത് ചെയ്യുമല്ലോ. അന്താരാഷ്ട്ര യോഗ ദിനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളുകളിലും കോളേജ് ക്യാമ്പസുകളിലൊക്കെ ഓഫീസുകളിലൊക്കെ അത് ആചരിക്കും, അത് കൃത്യമായിട്ട്. പക്ഷേ ഒരു പുതിയ ഗവൺമെൻറ് വന്നിട്ട് അവരുടെ, കാരണം നമുക്ക് ഇടക്കാല ബജറ്റാണ് ഇതിനു മുമ്പ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ബജറ്റ് സെഷൻ ഇന്നാണ്, ബജറ്റ് സെഷൻ ഇന്നലെ ബജറ്റ് സെഷൻ നടന്ന് ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ചർച്ചകൾ കാര്യങ്ങളൊക്കെ നടക്കുമ്പം ഇതിന് വേണ്ട പ്ലാനിങ്ങുകൾ നടത്താൻ പറ്റിയിട്ടുണ്ടാവില്ല. ഒരു ചടങ്ങ് നടത്താൻ മാത്രമേ കഴിയുള്ളൂ, വിപുലമായ രീതിയിൽ നടത്താൻ കഴിയത്തില്ല. കാരണം പുതിയ സർക്കാർ വന്നത് ഇപ്പോഴേ, ഇവരെ കുറ്റമല്ല. ഏപ്രിൽ മാസത്തിൽ വോട്ട് പിന്നെ ചെയ്ത് കഴിഞ്ഞിട്ട് മെയ് മാസത്തിൽ എണ്ണിയത് കേരളത്തിലുള്ള ആൾക്കാർ ആഗ്രഹിച്ചിട്ടാണ്. ഈ ഒരു മാസം കാത്തിരിക്കാനല്ല, ഇലക്ഷൻ കമ്മീഷൻ്റെ തീരുമാനമായിരുന്നു. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗവർണർ അയാളുടെ അധികാര പരിധി ലംഘിച്ചു എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഈ അധികാരം പിന്നെ അമിതമായി എടുത്ത് ഉപയോഗിച്ചു, ആവശ്യമില്ലാത്ത രീതിയിൽ എടുത്ത് ഉപയോഗിച്ചു. ഒരു സമവായത്തിൻ്റെ പാത ഇല്ലാതാക്കുന്ന രീതിയിൽ ഗവർണറിൻ്റെ, അതായത് രാജ്ഭവനും ക്ലിഫ് ഹൗസും തമ്മിൽ, അല്ലെങ്കിൽ രാജ്ഭവനും സെക്രട്ടേറിയറ്റും തമ്മിൽ വീണ്ടും ഒരു ക്ലാഷിലേക്ക് പോകുന്നതിൻ്റെ തുടക്കമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്.